السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد خاتم النبيين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്നുണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. പ്രമാണങ്ങളോടുള്ള നേരായ സമീപനം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. നശിക്കുന്നവർ വ്യക്തമായ പ്രമാണങ്ങളാൽ നശിക്കുന്നതിന് വേണ്ടി, ജീവിക്കുന്നവൻ വ്യക്തമായ തെളിവുകളാൽ ജീവിക്കുന്നതിന് വേണ്ടി. ഇതാണ് പ്രമാണങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും എന്ന വിഷയത്തിൽ ആദ്യമായി കേൾപ്പിക്കുവാനുള്ളത്. അറിയേണ്ടത് അറിയുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അറിഞ്ഞ് അമൽ ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുവാനും കൽപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് പ്രമാണങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശക്കാർക്ക്, സലഫികൾക്ക് ദൃഢജ്ഞാനവും ദലാലത്തും പ്രദാനം ചെയ്യുമെന്നതിനാൽ പ്രമാണങ്ങൾ നാലാണ്. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബ്, രണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, സഹീഹായ ഇജ്മാ, ജലിയായ ഖിയാസ്. സഹീഹായ ഇജ്മാഇന് അടിസ്ഥാനമായി വർത്തിക്കേണ്ടത് ഖുർആനും സുന്നത്തുമാണ്. അതിൻ്റെ മുസ്തനദ് എന്നാണ് പറയുക. ഖിയാസിൽ താരതമ്യത്തിൽ അസലായി വർത്തിക്കേണ്ടതും ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ടാണ് പ്രമാണങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ പ്രമാണമായി, ഇസ്ലാമിൻ്റെ ദ്വിതീയ പ്രമാണമായി സുന്നത്തും സംസാരങ്ങളിൽ വരുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഒന്നാമത്തെ പ്രമാണം കലാമുല്ലാഹിൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്ജസ് ബിനഫ്സിഹി വൽ മുതഅബ്ബദ് ബിതിലാവതിഹി വൽ മൻഖൂലു ഇലൈനാ ബൈന ദഫ്ഫതൈ അൽ മുസ്ഹഫി നഖ്ലൻ മുതവാതിറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അല്ലാഹുവിൻ്റെ കലാമാകുന്ന, അമാനുഷികത നിലനിൽക്കുന്ന, കേവല പാരായണം തന്നെ ഇബാദത്താകുന്ന, മുതവാത്തിറായി നഖൽ ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആനാകുന്നു. വിശുദ്ധ ഖുർആൻ മാ ഹുവ ശിഫാഉൻ ലിന്നാസ് തിബിയാനൻ ലികുല്ലി ശൈ ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫസ്സൽനാഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറ. സുവിശേഷവാഹകമായി, ആപൽ സൂചനയായി, മുന്നറിയിപ്പായി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായി വിവരിക്കപ്പെട്ട്
റഹ്മാനായ റഹീമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം. അതിൽ ലോകർക്ക് ശമനമുണ്ട്, മുഴുവൻ സംഗതികൾക്കും അതിൽ വിശദ വിവരമുണ്ട്. യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബ്ലസ്സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽമാർഗ്ഗത്തിലേക്ക് അതിലൂടെയാണ് വഴി നടത്തുന്നത്. മനുഷ്യന്മാരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അതുകൊണ്ടാണ് തെളിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ സമീപിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുറാദ് അനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. ആദരവായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ നൽകിയ തഫ്സീർ അനുസരിച്ചാണ്, അതിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചാണ്. കാനു അബർറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅഅമഖഹാ ഇൽമ വഅഖല്ലഹാ തകല്ലുഫ. ദൃഢജ്ഞാനമുള്ള, കൃത്രിമത്വമറിയാത്ത, അഗാധ പാണ്ഡിത്യമുള്ള സഹാബ കിറാമുകൾ. ഈ വിശേഷണം നൽകപ്പെട്ട സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിലാണ്. അള്ളാഹുവിൻ്റെ മുറാദിൽ നിന്ന് തെറ്റി പ്രവാചകന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വ്യതിചലിച്ച് സഹാബത്ത് ഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തങ്ങളുടെ യുക്തിക്കൊക്കുന്നില്ല, ബുദ്ധിക്ക് നിരക്കുന്നില്ല, ശാസ്ത്രമല്ല എന്ന പേരിൽ വിശുദ്ധ ഖുർആനെ സമീപിക്കൽ സ്ഖലിതമാണ്, വളരെ അപകടകരമാണ്, തെറ്റാണ്. ഈ ഒരു സമീപനം എന്ന് ലോകം വിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ അവിടെ നിന്നവർ നാശഗർത്തത്തിൽ ആപതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന പണ്ഡിതന്മാർക്ക് വരെ പറ്റിയ അപകടങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. എത്രയെത്ര മുഅ്ജിസത്തുകളെ പരസ്യമായി നിഷേധിച്ച തഫ്സീറുകൾ മലയാളത്തിൽ വരെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്തേ അതിനുള്ള കാരണം ഈ രീതിയിൽ വിശുദ്ധ ഖുർആനെ സമീപിച്ചതാണ്. ചിന്തിക്കേണ്ട എന്നല്ല, ബുദ്ധി ഉപയോഗിക്കേണ്ട എന്നല്ല, ബുദ്ധി ഉപയോഗിക്കുവാനും ചിന്തിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എത്രയാണ്, നിരവധി, അനവധിയാണ്. പക്ഷെ ചിന്തിക്കുവാൻ, ബുദ്ധി ഉപയോഗിക്കുവാൻ പറയപ്പെട്ട മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്ന് തെറ്റി ഒരിക്കലും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത മേഖലയിൽ ബുദ്ധി ഉപയോഗിച്ചു എന്നുള്ളതാണ് അപകടം വന്നത്. ഇബ്നു ഖൽദൂൻ പറഞ്ഞില്ലേ, സ്വർണം ഉപയോഗിക്കുന്ന തുലാസിൽ ഒരിക്കലും പർവ്വതം തൂക്കാൻ പാടില്ല എന്ന്. തൗഹീദിന്റെ, റിസാലത്തിന്റെ, ആഖിറത്തിന്റെ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ മേഖലകൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമുള്ള വിഷയങ്ങളാണ്. അതിനെ ബുദ്ധി ഉപയോഗിച്ചളക്കുവാൻ മനുഷ്യന്മാർ ഒരുമ്പെട്ടതാണ്. തഫ്സീറുകളിൽ ഈ വിധം തെറ്റുകൾ വന്നു ഭവിച്ചത് എന്ന് ഉണർത്തുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, വകുല്ലു മൻ ലഹു മസ്കത്തുൻ മിൻ അഖ്ൽ യഅലമു അന്ന ഫസാദൽ ആലമി വഖറാബഹു ഇന്നമാ നശഅ മിൻ തഖ്ദീമിൽ അഖ്ലി അലൽ വഹി. ബുദ്ധി, മൂള അല്പമുള്ളവർക്കൊക്കെ അറിയാം, ലോകത്തിന്റെ ഫസാദും അതിന്റെ തകർച്ചയും ആരംഭിച്ചത് മനുഷ്യന്മാർ വഹീനേക്കാൾ ബുദ്ധിക്ക് പ്രാമുഖ്യം കൽപ്പിച്ചത് കൊണ്ടാണ് എന്ന്. ഇത് ഈ തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ദ്വിതീയ പ്രമാണമാണ് സുന്നത്ത്. മാ സദറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഗൈറൽ ഖുർആനി മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീർ ഫീ ഗൈരിൽ ഉമൂരി തബീഇയ്യ. മതപരമായ വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ, ഇവയാണ് സുന്നത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി വചനങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയെ ബോധ്യപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇറക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അപ്രകാരം പറഞ്ഞു. വിശുദ്ധ ഖുർആനെ പോലെ തന്നെ സുന്നത്തും പ്രമാണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ ഇൻ തമസ്സു ബിമാ കിതാബല്ലാഹി വ സുന്നതി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞു, വലൻ യതഫറഖാ ഹത്താ യരിദ അലൈഹിൽ ഹൗദ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വേർപിരിയുകയില്ല ഞാനുമായി നാളെ മഹ്ശറയിൽ. വിചാരണക്കപ്പുറം അള്ളാഹു എനിക്ക് വേണ്ടി സ്ഥാപിച്ച ഹൗദിൻ കരയിൽ അവ രണ്ടും എന്നോടൊപ്പം വന്നു ചേരുന്നത് വരെ എന്ന് പറയുകയുണ്ടായി.
ഇസ്ലാമിൻ്റെ ദ്വിതീയ പ്രമാണമായ സുന്നത്ത്. ഈ സുന്നത്തിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? സുന്നത്തിനെ സമീപിക്കേണ്ടത് സുന്നത്തിന് സാക്ഷികളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തുകൾ മൊഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഥമ അഭിസംബോധിത വിഭാഗമായ സഹാബ കിറാമുകൾ എങ്ങനെ സ്വീകരിച്ചുവോ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്.